ഭഗവാന്റെ രൂപവും രാധയോടുള്ള അവിടുത്തെ സ്നിഗ്ധമായ കടാക്ഷവും നാം 31-ാം ശ്ലോകത്തിൽ കണ്ടു. ഇനി 32-ാം ശ്ലോകത്തിൽ ആ ഗോലോകത്ത് ഭഗവാനെ സേവിച്ചുകൊണ്ട് നിൽക്കുന്ന ഗോപീഗോപന്മാരെക്കുറിച്ചും അവിടുത്തെ പരിവാരങ്ങളെക്കുറിച്ചും സൂതൻ വിവരിക്കുന്നു. 32-ാം ശ്ലോകം. ഗോലോക പരിവാരങ്ങൾ. ഭഗവാന്റെ നിത്യസന്നിധിയിൽ വസിക്കുന്ന പുണ്യാത്മാക്കളെക്കുറിച്ചാണ് ഈ ശ്ലോകം പറയുന്നത്. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. ഗോപഗോപീ സമൂഹൈശ്ച സേവ്യമാനം മുധാ മുനെ വേഷ്ടിതം പാർഷദൈശ്ചൈവ ഗോപ്യൈശ്ച പ്രിയദർശനൈഃ. പദാനുപദ അർത്ഥം. ഗോപഗോപീ സമൂഹൈഃ, ഗോപന്മാരുടെയും ഗോപികമാരുടെയും കൂട്ടങ്ങളാൽ. ച സേവ്യമാനം, സേവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ അഥവാ സേവ ചെയ്യപ്പെടുന്നവൻ. മുധ, സന്തോഷത്തോടെ ആനന്ദത്തോടെ. മുനെ, ഹേ മുനെ. വേഷ്ടിതം, ചുറ്റപ്പെട്ടവൻ, എൻസർക്കിൾഡ്. പാർഷദൈഹി, പാർശ്വവർത്തികളായ ഭൃത്യന്മാരാൽ, അനുചരന്മാരാൽ. ചൈവ, ച പ്ലസ് ഏവ, തന്നെ. ഗോപൈഹി, ഗോപന്മാരാൽ. പ്രിയദർശനൈഹി, കാണാൻ അതിമനോഹരമായ രൂപത്തോടു കൂടിയവരായ. ഈ ശ്ലോകത്തിൻ്റെ സാരാംശം. ഹേ മുനെ, ആനന്ദത്തോടെ സേവിക്കുന്ന ഗോപീഗോപന്മാരാലും കാണാൻ അതിമനോഹരമായ രൂപമുള്ള അനുചരന്മാരാലും ചുറ്റപ്പെട്ടവനായി ഭഗവാൻ അവിടെ വിരാജിക്കുന്നു. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം ഭഗവാന്റെ ലൗകികം എന്ന് തോന്നിപ്പിക്കുന്ന അലൗകിക ബന്ധങ്ങളെ കാട്ടിത്തരുന്നു. നിത്യദാസ്യം. ഗോലോകത്തെ ഗോപീഗോപന്മാർ വെറും മനുഷ്യരല്ല, മറിച്ച് ഭഗവാനെ പ്രേമം കൊണ്ട് ബന്ധിച്ച മുക്താത്മാക്കളാണ്. ഭഗവാൻ തനിച്ചല്ല, മറിച്ച് തൻ്റെ ഭക്തരോടൊപ്പമാണ് ആനന്ദിക്കുന്നത്. പ്രിയ ദർശനം. ഭഗവാന്റെ സാമീപ്യമുള്ളവർക്ക് ഭഗവാന്റെ അതേ തേജസ് ലഭിക്കുന്നു. സാരൂപ്യമുക്തി. അതുകൊണ്ടാണ് അവിടെയുള്ള ഓരോ ഗോപനും പ്രിയദർശനനായിരിക്കുന്നത്. മുദ, സന്തോഷം. അവിടെയുള്ള സേവനം ഒരു ഭാരമല്ല, മറിച്ച് പരമമായ ആനന്ദമാണ്. സ്നേഹത്തോടെ ചെയ്യുന്ന കർമ്മം ഒരിക്കലും തളർച്ചയുണ്ടാക്കില്ല എന്ന വലിയ പാഠം ഇതിലുണ്ട്. ഗുരുനാഥൻ്റെ ഉപദേശം. വത്സ, ഭഗവാന്റെ പാർശ്വവർത്തിയാകാൻ, അതായത് അരികിൽ നിൽക്കാൻ നിനക്കും കഴിയും. നിന്റെ ഓരോ പ്രവൃത്തിയും മുധ, സന്തോഷത്തോടെ ലോക നന്മയ്ക്കായി സമർപ്പിക്കുക. സ്നേഹപൂർണമായ സേവനം ചെയ്യുന്നവൻ ഭഗവാന്റെ വേഷ്ടിതനായി, അതായത് ഭഗവാന് ചുറ്റുമുള്ളവനായി മാറുന്നു. ഭഗവാനെ സേവിക്കുക എന്നാൽ അവിടുത്തെ സൃഷ്ടിയെ സ്നേഹിക്കുക എന്നത് കൂടിയാണ്. ഭഗവാനെയും അവിടുത്തെ പരിവാരങ്ങളെയും നാം കണ്ടു. ഇനി 33-ാം ശ്ലോകത്തിൽ ഭഗവാന്റെ ഇടതുഭാഗത്ത് ശോഭിക്കുന്ന രാധാദേവിയെക്കുറിച്ചും അവിടുത്തെ ദിവ്യമായ ലീലകളെക്കുറിച്ചും വിവരിക്കുന്നു. ആ പരമശക്തിയെ ദർശിക്കാൻ നമുക്ക് പ്രവേശിക്കാം. പരമാത്മാവായ കൃഷ്ണന്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.